അപ്പം കുട്ടികൾക്ക് പോലും മുട്ട എടുക്കാനൊക്കെ പറ്റും, കുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റും, തീറ്റിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം ആണ്. നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം ഇത് വെള്ളം കുടിക്കാൻ അപ്പോൾ 24 മണിക്കൂറും നല്ല ശുദ്ധമായ വെള്ളം കോഴികൾക്ക് എപ്പോൾ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കോഴിക്കൂടിൻ്റെ എപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോകുന്നുള്ളതാണ്. സാധാരണ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ചെയ്താലും ഒരു കൊല്ലം കൊണ്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സാധനം നശിച്ചു പോകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 രീതിയിലുള്ള നെറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ സൈഡിലും മുകളിലൊക്കെ ഹൈ ഗ്രേഡ് GI ആണ്, അതായത് 290 GSM-ലുള്ള GI ആണ്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അലൂമിനിയം മിക്സ് ആയിട്ട് വരുന്ന ഒരു മെഷാണ്, ഗാൽവാല്യൂം എന്ന് അതിന് പറയാം. ഈ കോഴി നിൽക്കുന്ന ഭാഗത്ത്, അതായത് ഏറ്റവും കൂടുതൽ തുരുമ്പൊടിക്കാൻ ചാൻസ് ഉള്ളത് അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെഷാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് 4 അടിയാണ് ഇതിൻ്റെ സൈസ്. 2 സൈസാണ് ഇവിടെ ഉള്ളത്. ഇത് 4 അടി, ഇത് ഇവിടെ ഇരിക്കുന്നുണ്ടോ 6 അടി. പിന്നെ എൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമസ്കാരം, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട് സ്വാഗതം. ഞാനിന്ന് കോഴിക്കോടിനടുത്തുള്ള അരീക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഉണ്ട് ഒരു കൂട്. ഇത് ഒരു കോഴിക്കൂടാണ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഹൈടെക് കോഴിക്കൂടാണ്. മിനിഫോം പോൾട്രി ആൻഡ് അഗ്രോ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഒരു ബേസ് ശരിക്കും കണ്ണൂരാണ് ഒരു വലിയൊരു ഷോറൂം ഉള്ളത്. പക്ഷേ ഇവിടെ ഈ അരീക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ മെറ്റീരിയലും ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽസാണ്, കംപ്ലീറ്റ് ചൈനയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ മെറ്റീരിയൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഓരോ പാർട്സും ഒരു ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ അസംബിൾ ചെയ്തിട്ട് കൊടുക്കും. അതുമാത്രമല്ല ഇവർക്ക് ഹോം ഡെലിവറി ഉണ്ട്. കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് പോയിട്ട് കാണാം. പിന്നെ ഇതിൻ്റെ ഓർഡറൊന്ന് പരിചയപ്പെടാം. എന്താണ് ഈ കൂടിൻ്റെ പ്രത്യേകത എന്നൊക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യും. ഇലിയാസ് അല്ലേ? അപ്പോൾ എന്താണ് ഈ കൂടിൻ്റെ ഒന്ന് പ്രത്യേകത പറഞ്ഞത് നമുക്ക് അകത്തോട്ട് പോകാം. ഹൈടെക് കോഴിക്കൂടാണിത്. അപ്പോൾ ഇതിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതായത് നമ്മളെ കൂടിൻ്റെ ഡിസൈന് കുറച്ച് വ്യത്യാസമാണ് സാധാരണ കാണുന്നതിലും. ഈ ഫീഡറൊക്കെ അകത്താണ് വരുന്നത്. ഇത് തീറ്റ കൊടുക്കാനുള്ള പാത്രമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് തീറ്റ ഒന്നും പാഴായി പോവാതെ നമുക്ക് കോഴികൾക്ക് തീറ്റ കൊടുക്കാം. പിന്നെ കോഴി മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഉരുണ്ടിട്ട് ഇവിടെ വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ എപ്പം വരുന്നൊരു കംപ്ലൈൻ്റ് ആണ് ഈ മുട്ട കോഴി തന്നെ പൊട്ടിച്ചു എന്നൊക്കെ ഉള്ളത്. ഈ ഡോറിലൂടെ നമുക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റും. കോഴിൻ്റെ അപ്പുറത്താണ് ഉണ്ടാകുക. പിന്നെ ഇത് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പുറത്താണ് കോഴി ഉണ്ടാകുക. അപ്പം കുട്ടികൾക്ക് പോലും മുട്ട എടുക്കാനൊക്കെ പറ്റും, കുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റും, തീറ്റിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഉള്ളത് നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം ആണ്. നിപ്പിൾ ഡ്രിങ്കിങ് സിസ്റ്റം ഇത് വെള്ളം കുടിക്കാൻ അപ്പോൾ 24 മണിക്കൂറും നല്ല ശുദ്ധമായ വെള്ളം കോഴികൾക്ക് എപ്പോൾ കിട്ടും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന നിപ്പിളാണ്. നിപ്പിളാനൊക്കെ പിന്നെ അതിന് വെള്ളത്തിൻ്റെ ടാങ്ക് വരുന്നുണ്ട്. അതിൽ വെള്ളം നിറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇപ്പോൾ വെള്ളം നിറച്ച് വെച്ച് കൊടുത്ത് തീറ്റ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ പരിപാടിക്ക് പോവാം. പിന്നെ വയ്യ വന്നിട്ട് മുട്ട കളക്ട് ചെയ്യാം. ഇതൊരു സ്ലോപ്പ് ഉണ്ടല്ലേ, അതിന് മുട്ട ഉരുണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ കോഴിനെ ഇടുന്ന ഡോർ ഇവിടെയാണ്. ഈ ഒരു ഡോറിലൂടെയാണ് നമുക്ക് കോഴിനെ ഇടുന്നത്. ഈ ഡോറിലൂടെ നമുക്ക് കോഴികളെ ഇടുന്നത്. ഇപ്പൊ ക്ലീനിങ്ങിനും വേറെ ആവശ്യങ്ങളില്ല, നേരെ അടിയിലോട്ട് ഫുള്ള് കൂടെ എപ്പോൾ നല്ല വൃത്തിയായിരിക്കും. അത് കോഴികൾക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ വേസ്റ്റ് ചിലപ്പോൾ ഈ ട്രേ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു എയർ വന്നിട്ട് കോഴികൾക്ക് പെട്ടെന്ന് അസുഖം പിടിച്ച് പോകുന്ന ഇതുണ്ട്. ഇതിപ്പോൾ കൂടെ എപ്പോഴും നല്ല വൃത്തി ഉണ്ടാവും. അത് നമുക്ക് വെള്ളം ക്ലീൻ ചെയ്യാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് വെള്ളം ക്ലീൻ ചെയ്യാൻ ഇതിൻ്റെ അകത്തൊക്കെ ഇടക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പൈപ്പാണ്. ഇതെന്താ മെറ്റീരിയൽ? ഇത് റൂഫാണ്. 3.5-ന്റെ നല്ല റൂഫാണ്. ലാസ്റ്റ് ചെയ്യും അല്ലേ? നല്ല ലാസ്റ്റ് ചെയ്യും. 3.5 ആണ്. പിന്നെ ഇത് ക്രിമ്പ് ചെയ്തിട്ട് അപ്പോൾ ചാറലടിയൊക്കെ കുറയും, മഴ ചാറ്റല് കുറയും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇപ്പോൾ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ സാധാരണ എല്ലാ കൂടുകളിലും ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ മെറ്റീരിയലാണ്. നമ്മളിപ്പോൾ ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് കാരണം കോഴിക്കൂടിൻ്റെ എപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോകുന്നുള്ളതാണ്. സാധാരണ നെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ചെയ്താലും ഒരു കൊല്ലം കൊണ്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സാധനം നശിച്ചു പോകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ 2 രീതിയിലുള്ള നെറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഒന്ന് ഈ സൈഡിലും മുകളിലൊക്കെ ഹൈ ഗ്രേഡ് GI ആണ്, അതായത് 290 GSM-ലുള്ള GI ആണ്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അലൂമിനിയം മിക്സ് ആയിട്ട് വരുന്ന ഒരു മെഷാണ്, ഗാൽവാല്യൂം എന്ന് അതിന് പറയാം. ഈ കോഴി നിൽക്കുന്ന ഭാഗത്ത്, അതായത് ഏറ്റവും കൂടുതൽ തുരുമ്പൊടിക്കാൻ ചാൻസ് ഉള്ളത് അവിടെയാണ്. അപ്പോൾ അവിടെ നമ്മൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മെഷാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഈ അകത്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ വലിപ്പമുള്ളതാണല്ലേ? ഇതിൻ്റെ വലിയ സൈസാണ്. അത് വരുന്നത് 4 അടി നീളവും
ഏകദേശം 1 മീറ്റർ വീതിയും ഒരു 10-15 കോയിൻ ഇടാൻ പറ്റിയ കൂട്. ഇതൊരു 2 മീറ്റർ നീളവും പിന്നെ 1 മീറ്റർ വീതിയും. അപ്പോൾ ഇതിൽ 2 പാർട്ടീഷൻ വരുന്നുണ്ട്. 2 ടൈപ്പ് കോഴികളെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മാറ്റിയിടാനൊക്കെ ഒരു 2 ഡോറാണ്, 2 സൈഡിലേക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം നമുക്കൊരു 24 കോഴികൾ ഇടാൻ പറ്റും. 24 കോഴികൾ ഇടാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടല്ലോ അല്ലേ? എങ്ങനെയാണ്? നമ്മളിപ്പോ പറ്റാവുന്നിടത്തൊക്കെ ഫ്രീ ഡെലിവറി തന്നെ കൊടുക്കുന്നുണ്ട്. കണ്ണൂർ, കാസർഗോഡ്. കണ്ണൂരാണ് നമ്മളെ മെയിൻ ബ്രാഞ്ച്. അപ്പൊ അവിടുന്ന് നമ്മൾ കണ്ണൂർ, കാസർഗോഡ് വരെ നമുക്ക് ഡെലിവറി ഉണ്ട്. കാസർഗോഡ് ചില ഏരിയകളിലൊക്കെ നമ്മൾ ചെറിയൊരു ഡെലിവറി ചാർജ് വാങ്ങും. ഇവിടുന്ന് കോഴിക്കോട് നിന്നാണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം വരെ ഡെലിവറി ഉണ്ട് നമ്മൾ. പിന്നെ അതേപോലെ ഇത് സ്ലാറ്റഡ് ഫ്ലോറാണ്. മറ്റേ നമ്മൾ ആടിന്റെ ഫാമിലേക്ക്, അതേപോലെ ഡോഗിന്റെ കേജിനൊക്കെ നമ്മൾ തന്നെ ബ്രാൻഡിൽ ചെയ്യുന്നതാണിത്. അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. അതായത് 1.3 കിലോ വെയിറ്റ് വരുന്നുണ്ട്, 400 കിലോ ബ്രേക്ക് ലോഡ് കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും ഇന്ത്യയിൽ ഫുള്ള് സപ്ലൈ ചെയ്യുന്നതാണ്. ഇത് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അല്ലേ? ഹോൾസെയിൽ ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്. എത്ര വേണമെങ്കിലും. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ട് വരുന്നതാ? ഇതാണ് ഇമ്പോർട്ട് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഗാൽവാനിയ എന്ന് പറഞ്ഞ, നമ്മളിപ്പോൾ ആ കോഴിക്കൂടിന്റെ അടിഭാഗത്ത് ഉപയോഗിക്കുന്നത് ഈ മെറ്റീരിയലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 25 കൊല്ലാണ് കമ്പനി ഗ്യാരണ്ടി പറയുന്നത്. ഇതെന്തിനാ ഈ കൂട്? ഇത് ഇത് മുയല്, പിന്നെ അതേപോലെ ചെറിയ രീതിയിലുള്ള പെറ്റ്സ്, കാറ്റിന് വേണ്ടി, പിന്നെ കാടക്കോഴികൾ ഇതിൽ വളർത്തുന്നുണ്ട്. അങ്ങനെ ചെറിയ രീതിയിൽ വളർത്താൻ പറ്റിയ ഒരു കൂടാണ്. പിന്നെ അതേപോലെ BV380 കോഴികളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ടൈപ്പ് കോഴികളാണെങ്കിൽ അതൊരു 4-5 എണ്ണത്തിനെ വളർത്താനൊക്കെ പറ്റും. ഇത് നമ്മൾ എല്ലായിടത്തും ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ഇതെന്താ ഈ മെറ്റീരിയൽ? ഇതൊക്കെ മെഷാണ്. നമ്മൾ ഇതിന്റെ തന്നെ മെറ്റീരിയൽസ് വരുന്നതാണല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ മെഷാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടേഴ്സ് ആണ്. ഇത് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഇതിന്റെ പല ടൈപ്പ് ഉണ്ട്. PVC കോട്ടഡ് വരുന്നുണ്ട്. ഇതിന്റെയൊക്കെ ശരിക്കുള്ള സ്റ്റോക്ക് കണ്ണൂരാണ്. അത് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് കണ്ണൂരാണ് മെയിൻ കൂടുതലുള്ളത്. ഇവിടെ ഒരു ഔട്ട്ലെറ്റ് മാരിങ്ങനെ ചെയ്തേക്കണാണല്ലോ. അപ്പൊ ഈ സൈഡിലൊക്കെ ഇത് തന്നെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാ, കാരണം നമുക്ക് ഓർഡർ വരുമ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ചെയ്യാം. ഒരു 30 കൂട് ഒക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ഓർഡിനറി കേജുകളും ചെയ്ത് കൊടുക്കാറുണ്ടല്ലേ? അതായത് ഇതിപ്പോ എന്താന്ന് പറഞ്ഞാല് നമ്മളെ വീട്ടിലേക്കുള്ള രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന 2 സൈസുകളാണ്. ഇത് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ചെയ്തു വെക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ആടിന്റെ ഫാമുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്, പിന്നെ അതേപോലെ കോഴിന്റെ ഫാമുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളെ ഈ ടെറസിന്റെ മുകളിലൊക്കെ നമ്മളെ ചില കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പൊ അവര് 3000 കാടന്റെ ഫാമുകൾ ടെറസിന്റെ മുകളിൽ തന്നെ ചെയ്യുന്നുണ്ട്, കാട ഫാമൊക്കെ. അപ്പൊ അവര് ചെയ്തിപ്പോ വലുതായി ഇപ്പൊ 3000 കാടൊക്കെ ടെറസിന്റെ മുകളിൽ തന്നെ. അതിന് ഞാൻ ചോദിച്ചത്, കാരണം ഇത്രയും കൂടുകളിൽ ഒതുങ്ങാത്ത പക്ഷികൾ ഉണ്ടാവില്ല, അപ്പൊ അവർക്ക് വേണ്ടിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ഇതൊരു കൂട് ഉണ്ടാക്കണതിന് എത്ര സമയം എടുക്കും നിങ്ങൾക്ക്? ഈ ഒരു ചെറിയ സൈസ് ആണെങ്കിൽ ഈ ഒരു ചെറിയ സൈസ് ശരിക്കും പറഞ്ഞാൽ 2 ദിവസം എടുക്കും. ഒരു കൂട് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ 2 ദിവസം എടുക്കും. അതുകൊണ്ടാണ് നമ്മളിത് ബൾക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒപ്പം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഫാമുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്, കോഴി ഫാമുകൾ. നമ്മൾ ഒരു 10-15 കോഴി മുതൽ പിന്നെ അങ്ങോട്ടേക്ക് 2000, 3000, 50,000 അത്ര കോഴിന്റെ ഫാമുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നമ്മളൊരു പ്രൊജക്റ്റ് ആയിട്ട് ഏറ്റെടുത്തിട്ട് അത് കേരളത്തിലൊക്കെ എവിടെ വേണമെങ്കിൽ ചെയ്യും. ഇപ്പൊ ഇതിന്റെ അപ്രോക്സിമേറ്റ് റേറ്റ് എന്ന് പറയാൻ പറ്റുമോ? വില എങ്ങനെയത്? ഇതിന്റെ റേറ്റ് വരുന്നത് പിന്നെ 12,500 രൂപയാണ്. 12,500 വരും. ലോങ് ആണെങ്കിൽ കുറച്ചും കൂടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചും കൂടെ കൂടും അല്ലേ? അതായത് നമുക്കൊരു ഏകദേശം ഒരു 50 കിലോമീറ്റർ വരെയൊക്കെ നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കാറുണ്ട്. പിന്നെ അതിന് അപ്പുറമാണെങ്കിൽ ചെറിയൊരു 30 രൂപ വെച്ച് കിലോമീറ്ററിന് ഡെലിവറി ചാർജ് വാങ്ങും. ഇതാണെങ്കിലോ? ഈ കൂടാണെങ്കിലോ? ഇതാണെങ്കിൽ 16,500 വരും. അപ്പൊ ഇതൊക്കെ ഇതിന്റെ മെറ്റീരിയൽ കമ്പികളാണ്, റെഡിമെയ്ഡ് മെറ്റീരിയൽ വരുന്നതാണ്. നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഫ്രെയിം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇവിടുന്ന് അസംബിൾ ചെയ്യുന്ന മാത്രമാണ്. അപ്പൊ നമ്മളിപ്പോ ഇനി ആർക്കെങ്കിലും ഇനി ഇപ്പൊ നമ്മൾ 4 ജില്ലകളിലേ ഉള്ളൂ. ഇപ്പൊ അതല്ലാത്ത സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ റെഡിമെയ്ഡ് മെറ്റീരിയൽ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫുള്ള് പാർട്സ്, അതായത് ഫീഡർ, ഇതിന്റെ നിപ്പിൾ ഡ്രിങ്കർ, പിന്നെ വേണമെങ്കിൽ നമ്മൾ തന്നെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കും. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ ഒരു 10-20 കൂട് സെറ്റ് ചെയ്ത് വെച്ച പോലെ അവർക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് അങ്ങനെ കൊടുക്കും. അപ്പൊ നമുക്ക് ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഓർഡറുകൾ അവർക്കായിരിക്കും നമ്മൾ കൊടുക്കാം. നമുക്കിപ്പോ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ ഓർഡറുകൾ വരുന്നുണ്ട് ഇപ്പൊ പല സ്ഥലങ്ങളും. അപ്പൊ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഒരു ഫ്രാഞ്ചൈസി പോലെ
അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഫുള്ള് ട്രെയിനിങ് എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പിന്നെ അതിന് ചെറിയ രീതിയിലുള്ള ഒരു ആഡും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ ലൊക്കേഷൻ കോഴിക്കോടിനടുത്ത് നല്ലോളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതല്ലേ, നല്ലോണം ജയന്തി റോഡ് എന്ന് പറഞ്ഞ അരിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയാലും പെട്ടെന്ന് അങ്ങോട്ട് വരാം. അരിക്കാട് എന്ന് പറഞ്ഞത് മെയിൻ സ്റ്റോപ്പ് ഉള്ളതാണ്. അവിടെ നിന്ന് ഇതും ബസ് റൂട്ട് തന്നെയാണ്. നല്ലോളം നല്ലോളത്തുനിന്ന് പിന്നെ ജയന്തി റോഡ്, അതായത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു 6 കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക്. കറക്റ്റ് ഏകദേശം. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ഈ ഓഫീസ് ടൈം ഒക്കെ എങ്ങനെ, എത്ര മണിക്കാണ്? നമ്മൾ രാവിലെ ഒരു 9:30 മുതൽ 6 മണി വരെ എല്ലാ ദിവസവും ഉണ്ടാവും. ഇപ്പൊ ഇതിന് എന്തെങ്കിലും വാറന്റി കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? വാറന്റി ശരിക്കും പറഞ്ഞാൽ ഈ മെഷീന് നമ്മൾ 5 കൊല്ലം ഇപ്പൊ ഒരു വീട്ടിലോ എവിടെയെങ്കിലും കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത് തുരുമ്പ് പിടിക്കൂല, നമ്മൾ ഗ്യാരണ്ടി ഉണ്ട്. അപ്പൊ അത് ഇനിയിപ്പോ അതിന്റെ ഇടയിൽ തുരുമ്പ് പിടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വേണമെങ്കിൽ മെഷ് മാറ്റി കൊടുക്കാം. ഈ മെഷ് ഉണ്ടല്ലോ. പിന്നെ ഈ പൈപ്പ് നമ്മളെ സാധാരണ പൈപ്പാണ്, സാധാരണ നമ്മള് ഗേറ്റിനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് നമ്മൾ പെയിന്റ് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലാത്തിനുള്ള കൂടുകളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആടായാലും കോഴിയായാലും. അതായത് ഡോഗ്സിന്റെ ആണെങ്കിലും ഒക്കെ ഉണ്ട്. അതിന്റെ പേര് തന്നെ മിനിഫാം എന്നാണ്. അപ്പൊ അതായത് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫാം ഏത് കാലം ചെയ്യുന്നുണ്ട്. ആടിന്റെ ഫാം ചെയ്യുന്നുണ്ട്, കാടന്റെ ഫാം. കാട നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ്, വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. കാട ഫാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതും ഇതേ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാട ഫാം, കോഴിന്റെ ഫാം ചെയ്യുന്നുണ്ട്, ഡോഗിന്റെ കേജ് ചെയ്യുന്നുണ്ട്, ബേർഡ്സിന്റെ കേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാ കേജും നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ എത്ര നാളായി ഈ സ്ഥലത്ത്? 10 ദിവസമായിട്ടുള്ളൂ. 10 ദിവസമായിട്ടുള്ളൂ. സാധാരണ നമ്മൾ കൂടുകളെ അപേക്ഷിച്ച് കുറച്ച് വില വ്യത്യാസം ഉണ്ടല്ലോ അതിൽ? ചെറിയൊരു വ്യത്യാസം എന്തായാലും വരും. കാരണം ഈ മെഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വാങ്ങുമ്പോൾ സാധാരണ നെറ്റിനാക്കട്ടെ ഏകദേശം 3 ഇരട്ടി വിലയാണ് നമ്മളിത് വാങ്ങുന്നത്. നമുക്ക് സാധാരണ മെഷ് കൊണ്ട് ഉണ്ടാക്കുന്ന കൂടുതലായിട്ട് ഒരിക്കലും നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് അത്രയും ലാസ്റ്റിംഗ് ഉള്ള കേജാണ്. അപ്പൊ ആൾക്കാർ ക്വാളിറ്റിയാണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ്, കാരണം ഇത് ഒരു കൊല്ലത്തേക്കുള്ളതല്ലോ, സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട സാധനം ആയതുകൊണ്ട്. വേറെ പ്രത്യേകത ഞാൻ കണ്ടത്, ഇത് അടിയിൽ ഡബിൾ നെറ്റ് അല്ലേ? ഇത് സേഫ്റ്റിക്ക് വേണ്ടി, അതായത് ഇപ്പൊ വല്ല ഈ കുറുക്കന്മാരുടെ സാധനങ്ങളൊന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി നമ്മൾ കൊടുക്കുന്നത്. നല്ല കാര്യം. അതെപ്പോഴുള്ള പ്രശ്നമാണ്. കാരണം ഈ കോഴിന്റെ കാല് ആണ് കുറുക്കൻ ഇവിടുന്ന് കടിച്ചു വലിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാ ഒരു സേഫ്റ്റി അടിയിൽ കൊടുക്കുന്നത്. ഇത് അത്രയും സേഫാണ്, നമുക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും വെക്കാം. നമ്മളിപ്പോ ഈ ചെറിയ കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ടകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇതിനെ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് തന്നെ വളരെ എളുപ്പമായ രീതിയിൽ വളർത്താന്നുള്ളതാണ്. വളരെ ഈസിയാണ് ഇതിൽ കോഴികളെ വളർത്താൻ, നല്ല രസകരമായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുട്ടനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാം 3 ദിവസമാണ് അതിന്റെ ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ മുട്ടൻ്റെ. നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പല ഭാഗത്തു നിന്നും വരുന്ന അതൊക്കെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ അതിന്റെ മുകളിൽ ഡേറ്റ് സീൽ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിൽ ആ ഒരു സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡെയിലി ഫ്രഷ് മുട്ട രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, താങ്ക് യു.